ഇന്ന് നമുക്കൊരു സിമ്പിളായ ടേസ്റ്റിയായ തക്കാളി ചോറ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി തക്കാളിയും സ്പ്രിംഗ് ഒനിയനും സവാളയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ബട്ടറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാത്രം നന്നായി ചൂടായപ്പോഴേക്കും അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകൾ ഓരോന്നോരോന്നായിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായി വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു നുള്ള പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് വെള്ളം അഡീഷണലായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പച്ച മണം മാറുന്ന വരുന്ന വഴറ്റുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള സാമ്പാർ പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം കുത്തിരി ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഒരു ലോക്കലായിട്ടുള്ള ഫ്രൈഡ് റൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറി ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറച്ചുകൂടി ഒന്ന് ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു മുട്ട കൂടി പൊരിച്ചേക്കുമ്പോൾ നോക്കിയപ്പോൾ വലിയ മുട്ടയൊന്നുമില്ല, കാട മുട്ടയുള്ളൂ. പിന്നെ തട്ടിക്കൊട്ടിയൊരു കാട മുട്ടയങ്ങ് പൊരിച്ച് മുരിങ്ങയില തോരൻ്റെ കൂടെ കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ.